അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോളയാട്ടം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സത്യം പറയാലോ, ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഗതി ആട്ടത്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് പോള എങ്ങനെ ഉണ്ടാക്കണത് നോക്കിയാലോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കർ നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരൊറ്റ വിസിൽ മതിട്ടോ, അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മളെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഇതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാനിത് കോരിയെടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് മുഴുവനായിട്ട് ഞാനിതിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചട്ടിയിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോരാ തോന്നിയിട്ട് 1 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ക്യാരറ്റ് പോളൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ. ഇപ്പോൾ കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 4 മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു പാകത്തെ മധുരമായിരുന്നു കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് 4 ഏലക്കായ ഇട്ട് കൊടുത്താലും മതി. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാൽപ്പൊടി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പാൽപ്പൊടി ഒഴിവാക്കരുത്. പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മളെ ക്യാരറ്റ് പോളക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റും മുട്ടയും എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റ് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ ചേർത്ത് കൊടുക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടത്. അപ്പോൾ എനിക്കിങ്ങനെ മൈദ ഇട്ടെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. മൈദ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പുളുപുളുന്നനെ അങ്ങനെ നിൽക്കൂട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ക്യാരറ്റ് പോള ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള പാത്രമായിട്ടത്. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നെയ്യും കുറച്ച് ഇതിൽ ബാലൻസ് ഉണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും മുട്ടയൊക്കെ ചേർന്നിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി, ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീ നല്ലതുപോലെ കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്കിത് വേവിച്ചെടുക്കാനുള്ളത്. ഇപ്പം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നും ഇതിൻ്റെ മുകളിൽ നിൽക്കൂല കേട്ടോ, ഒക്കെ അടിയിക്ക് താന്നു പോവും. അതുകൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. 5 മിനിറ്റ് ഒക്കെ ആകുമ്പം ഏകദേശം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനും താണു പോകാതെ മുകളിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാനല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചെടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാനുണ്ട്. ഇനി നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. നേരത്തെ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെ 10 മിനിറ്റ് ആട്ടോ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ടുള്ളത്. 10 മിനിറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു 8 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് കുക്കായി കിട്ടും. ഞാൻ 10 മിനിറ്റ് ആയിട്ട് അത് തുറന്നു നോക്കിയത്. ഇതുപോലെ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇനി നമ്മൾ ക്യാരറ്റ് പോള ഇതിൽ നിന്ന് എടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ക്യാരറ്റ് പോള അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗം മുകളിലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്ന സമയത്ത് വട്ടം കുറഞ്ഞിട്ടുള്ള ഒരു സോസ് പാൻ എടുക്കാൻ നോക്കുക. ഞാൻ എടുത്തിട്ടുള്ള സോസ് പാൻ കുറച്ച് വലിയതാണ്, അതുകൊണ്ട് ഇതിന് ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ വട്ടം കുറഞ്ഞിട്ടുള്ള ഒന്നുകൂടെ ചെറിയൊരു സോസ് പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹൈറ്റുള്ള ക്യാരറ്റ് പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ക്യാരറ്റ് പോള അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും ക്രീമി ആൻഡ് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം വട്ടം കുറഞ്ഞിട്ടുള്ളൊരു പാത്രം എടുക്കാൻ നോക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റുള്ള ക്യാരറ്റ് പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.